എല്ലാവർക്കും GK വേൾഡ് ആൻഡ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ആദ്യമേ തന്നെ ഞാൻ എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് ആഷ്ന ഷാജി. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കോച്ചിങ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പറയുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാഡമിയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ക്ലാസ്സുകൾ നൽകി വരുന്നുണ്ട്. PSCക്ക് വേണ്ടിയിട്ട് ഒരു വെരിഫൈഡ് ആയിട്ടുള്ള പ്ലസ് എഡ്യൂക്കേറ്റർ കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കോമൺ ആയിട്ട് എന്നെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. എന്താണ് PSC എന്ന് അറിയാത്തവരും എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നറിയാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കുറച്ച് പേര് ഏത് ഗൈഡ് നിങ്ങൾ ഇതിന് ഫോളോ ചെയ്യണം, SCERT ടെക്സ്റ്റ് എങ്ങനെ കിട്ടും, ഇതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റാങ്ക് ഫയലുകൾ ഉണ്ടോ, ഫുൾ SCERT കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്താണ് പ്രിലിംസ് എക്സാം തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് PSC ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, നിങ്ങളിപ്പം ആദ്യമായിട്ടാണ് PSCക്ക് ട്രൈ ചെയ്യുന്നത് എങ്കിൽ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഒരു ജൂണോട് കൂടിയിട്ടൊക്കെ നമുക്ക് ലിസ്റ്റ്, അതിൽ അടുത്ത വർഷമാണ് എക്സാം നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു 3-4 മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ സിലബസ് ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ ആദ്യമേ ഞാൻ പറയട്ടെ, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റാങ്ക് ഫയൽ ഏതാണ് നല്ലതെന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിലൊരു റാങ്ക് ഫയൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് വെച്ച് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതിൽ നിങ്ങൾ ഏത് റാങ്ക് ഫയലും വാങ്ങിച്ചാലും അതിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത് സെയിം തന്നെയാണ്. നിങ്ങളിപ്പം വില്ലേജ് ഫീൽഡിന് വേണ്ടിയിട്ട്, LDCക്ക് വേണ്ടിയിട്ട്, LGSന് വേണ്ടിയിട്ട്, ഡിഗ്രിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് റാങ്ക് ഫയലുകൾ വാങ്ങിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഇവിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ PSCയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരണമെന്നില്ല. ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ LDC പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ, സ്പെഷ്യൽ റിസർവേഷന്റെ എക്സാം പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒട്ടും ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പുത്തൻ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള കുറച്ച് ചോദ്യം കൂടിയാണ് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പുതിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടെ ഫോളോ ചെയ്യേണ്ടത് SCERT ടെക്സ്റ്റ് ബുക്കാണ്. ഇനി SCERT ടെക്സ്റ്റ് ബുക്ക് ഇപ്പം നിങ്ങൾ സയൻസിൽ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 5 തൊട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ സയൻസിൽ നല്ല അറിവുണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യലും അതുപോലെ. ഇനി നമുക്ക് നോക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്ക് നോക്കണം, അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക, അതെങ്ങനെ വായിക്കണം, അതിൻ്റെ ഒപ്പം തന്നെ ആക്ടിവിറ്റീസ് നോക്കാനും ഒപ്പം ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറയുന്ന സെഷൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യമേ തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ കയറിയിട്ട് ഇവിടെ കണ്ടോ, സമഗ്ര എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ കയറുക. ഇത് കേരള ഗവൺമെന്റിന്റെ സൈറ്റാണ്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, അതായത് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക്, ആ ഒരു ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മളിവിടെ SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈറ്റ് വരും. അപ്പോൾ ഈ സൈറ്റിൽ നമ്മൾ കയറി താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ നിങ്ങളിവിടെ കണ്ടോ, ഇവിടെ ജനറൽ റിസോഴ്സസ്, ഈ റിസോഴ്സസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്ക് ഏത് മീഡിയത്തിലാണ്, ഇപ്പം കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് മലയാളം മനസ്സിലാക്കാനോ വായിക്കാനോ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ മലയാളം എടുക്കുക, അല്ലെങ്കിൽ നമുക്കിവിടെ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ. ഇപ്പം ഞാനിവിടെ മലയാളം കൊടുത്തു. ഇനി സ്കൂൾ ടെക്സ്റ്റ് 1 മുതൽ 10 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ജസ്റ്റ് ഇവിടെ 5ാം ക്ലാസ് കൊടുക്കുക. 5ാം ക്ലാസ്സിൽ നമുക്ക് വേണ്ടത് സോഷ്യലും അതുപോലെ സയൻസും മാത്രം നോക്കിയാൽ മതി. അതുപോലെ മലയാളം നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇംഗ്ലീഷ് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിനകത്ത് ഞാനിപ്പോൾ നിങ്ങളെ പറയാൻ പോകുന്നത് സോഷ്യലും സയൻസും ആണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസും ടെക്സ്റ്റ് ബുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം 2 ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 2 ഭാഗത്തിൽ നമുക്ക് മൊബൈലിൽ ഇപ്പം ഞാൻ സിസ്റ്റം വഴി കാണിച്ചിരിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ വഴി കയറിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പാർട്ട് 1 എടുത്ത് കാണിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ നോക്കേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇതിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. സാമൂഹ്യ ശാസ്ത്രത്തിലെ ഭാഗം 1 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നമുക്ക് ചില ചാപ്റ്റേഴ്സ് വേണ്ട. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ചരിത്രത്തിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കത് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബം, കരുതലോടെ ചിലവിടാം, പ്രപഞ്ചം എന്ന മഹാത്ഭുതം, വൻകരകളും സമുദ്രങ്ങളും, ഇതൊക്കെ നമുക്ക് നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം എന്നുള്ള ഒരു ഐഡിയ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആഷ്ന ഷാഫി എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം, ആ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ആവുക. ഇനി ഈ ഓരോ ചാപ്റ്ററും വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇനി കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മിസ്സേ ഇതിന് ഒരു ഗൈഡ് കിട്ടുമോ? ഗൈഡും എനിക്ക് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ഒരു ഗൈഡും അങ്ങനെ നോക്കിയിട്ടില്ല. SCERTയുടെ ഫുൾ ഇത് തരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു SCERT ടെക്സ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഇത് നിങ്ങൾക്ക് ഗൈഡ് വായിച്ചാൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ ചിലപ്പോൾ മിസ്സിംഗ് ആയിട്ടുണ്ടാകാം. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് SCERT അരിച്ചു വർക്കി തന്നെ പഠിക്കുവാണെങ്കിൽ മെയിൻസ് എക്സാം ക്രാക്ക് ചെയ്യും. നമ്മളിവിടെ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്നില്ല. ആദ്യം പ്രിലിംസ് പാസ്സായാലാണ് നിങ്ങൾക്ക് മെയിൻസിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പോഴേ മുതൽ പഠിക്കുന്നത് മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴേ മുതൽ നമ്മൾ ഇതുപോലെ പഠിച്ചു പോവുകയാണെങ്കിൽ ജോലി നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് നോക്കേണ്ടത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സയൻസും എടുക്കാം. അപ്പം സയൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സോഷ്യൽ സയൻസിന്റെ ഏരിയ മാറ്റിയിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ബേസിക് സയൻസ് കൊടുക്കാം. ബേസിക് സയൻസിൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത പോലെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു PDF മലയാളം ബേസിക് സയൻസിന്റെ PDF വരും. അപ്പോൾ ഇതാണ് ബേസിക് ഭാഗം, സ്റ്റാൻഡേർഡ് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളടക്കം ഒന്ന് നോക്കാം. ഉള്ളടക്കം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കേണ്ട ചാപ്റ്റേഴ്സ് വരും. അപ്പോൾ സയൻസിൽ അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ഇത് നോക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. സസ്യലോകത്തെ അടുത്തറിയാം, ജീവജാലം, മാനത്തെ നിഴൽക്കാഴ്ചകൾ, വിത്തിലുള്ള ജീവൻ, ഊർജ്ജത്തിന്റെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ പറയുന്നത് സയൻസ് ഒട്ടും ബേസ് ഇല്ലാത്തൊരു കുട്ടിയാണ് എങ്കിൽ നിങ്ങൾ 5 മുതലുള്ളത് വായിച്ചു തുടങ്ങിക്കോളുക. എല്ലാ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ യൂട്യൂബിൽ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനൊപ്പം തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സമഗ്രയിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് കുറെ ചോദ്യങ്ങൾ ആക്ടിവിറ്റി ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി ലൈൻ തൊട്ട് മുൻപ് 2 വീഡിയോ മുൻപ് ഞാനത് കൊടുത്തിട്ടുണ്ട്. ചില ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പൂൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പൂൾ കൂടി നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പൂൾ കൂടി വായിച്ച് മനസ്സിലാക്കി പഠിച്ചു പോവുക. അപ്പോൾ അതിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പൂൾ ആ സൈഡിൽ തന്നെ സമഗ്ര ടെക്സ്റ്റ് ബുക്കിനൊപ്പം തന്നെ നമുക്ക് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ പൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ പൂൾ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പൂൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അവിടെ നമുക്ക് ഏത് ക്ലാസ് ആണ് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഞാൻ എടുക്കുന്ന SSC ആണ്. ഇതിനകത്ത് 8ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് നമുക്ക് ബേസിക് സയൻസ് ആണ് വേണ്ടെങ്കിൽ ബേസിക് സയൻസ് കൊടുക്കുക. ലാംഗ്വേജ് ഏതാണ് വേണ്ടത്, മലയാളം ചൂസ് ചെയ്യുക. ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് ഫസ്റ്റ് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എടുക്കുകയാണ്. അതിനുശേഷം നോക്കിക്കേ, നമുക്കിവിടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഓപ്ഷൻസോട് കൂടി വരുന്ന, അതായത് ഒരു ചോദ്യം 4 ഓപ്ഷനുമായിട്ട് വരുന്ന ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്. മുഴുവനും നമുക്ക് ആവശ്യമില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, സാന്തോഫില്, ശ്വേതകണം, ആന്തോസയാനിൻ, കെറോട്ടിൻ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടത് എഴുതാനാണ്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇതിന്റെ ആൻസർ ഞാൻ പറയുവാണെങ്കിൽ എന്താണ്, സാന്തോഫിൽ എന്ന് പറയുന്നതും ആന്തോസയാനിൻ എന്ന് പറയുന്നതും കെറോട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ വർണ്ണകങ്ങളാണ്.
ശ്വേതകണം വർണ്ണകമല്ല. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്, ആന്തോസൈൽ എന്താണ് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മനസ്സിലാക്കണം, വായിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നോട് ടെലഗ്രാം ചാനൽ വഴി ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സിൽ നമ്മളെ ക്വസ്റ്റ്യൻ പൂള് ഡൗൺലോഡ് ചെയ്ത് നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ആദ്യമേ തന്നെ നാളെ മുതൽ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ടെലഗ്രാം ചാനലിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആദ്യമേ തന്നെ ഒരു ബേസ് ഇല്ലാത്തവരെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. അതുപോലെ 5 മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചാനലിൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗൈഡ് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഗൈഡ് ഉണ്ട് എങ്കിൽ അത് തന്നെ വെച്ച് മാക്സിമം പഠിക്കാൻ നോക്കുക. എല്ലാ കാര്യത്തിലുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, വിജയം എന്നുള്ളതും അതുപോലെ ഒരാൾക്ക് നമ്മൾ മോട്ടിവേഷൻ ചെയ്യാമെന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ തന്നെ സ്വയമാണ് നിങ്ങളുടെ മോട്ടിവേഷൻ ചെയ്യേണ്ടത്. സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഇന്നത്തെ വർക്ക് അനുസരിച്ചാണ് നാളെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അതുപോലെ ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ് മിസ്സേ, എനിക്ക് PSC അറിയില്ല മിസ്സേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റുക. എൻ്റെ ഈ ഒരു മെത്തേഡ് വഴി എനിക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ജോലികളിൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മെത്തേഡ് ആദ്യമേ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും SCRT പഠിച്ചു തുടങ്ങുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പറ്റുന്ന രീതിയിൽ ഈ ഒരു ചാനൽ വഴി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ കമന്റും രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ, ഫലപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.